ഗൈസ്, സ്കൂളൊന്നും സംസാരിക്കാൻ വന്നതല്ല. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിനെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കാര്യങ്ങൾ മനസ്സിൽ വന്നത് പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേങ്കിൽ ഞാൻ ഒരു അർജന്റീന ഫാനാണ്. ഓക്കെ, എല്ലാം അർജന്റീന ഫാനാണ്. കളി തുടങ്ങി ഇത്രയും വരെ എത്തി, സെമി ഫൈനൽ വരെ എത്തി. പല ടീമുകളോടും ജയിച്ചു. ബുദ്ധിമുട്ടിയിട്ടായാലും സ്ട്രഗിൾ ചെയ്തിട്ടായാലും ഒക്കെ പല ടീമുകളോടും മോശം പ്രകടനം കളിച്ചിട്ടായാലും ജയിച്ചു. പക്ഷേ കഴിഞ്ഞ കളി സ്വിറ്റ്സർലാൻഡിനോട് വരെയും മോശ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്ന് പറയാം. കാരണം ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ തൃപ്തികരമല്ലാത്ത മാച്ചാണ് അർജന്റീനയുടെ കുറച്ച് മാച്ചുകൾ മുമ്പോട്ട് കടന്നു വരുമ്പോൾ, കപ്പ് വെർഡെ തൊട്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ മാച്ചുകളും കുറച്ച് വിഷമങ്ങൾ തരുന്ന മാച്ചുകളുമാണ് അർജന്റീനയുടെ കളി കാണുമ്പോൾ. ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നല്ലപോലെ കളിക്കുക എന്നുള്ളതാണ് ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോളടിക്കാം, പക്ഷെങ്കിൽ നല്ല ഒരു പ്ലേയിങ് സ്റ്റൈല്, നല്ല പാസിങ് കാര്യങ്ങൾ, മിസ് പാസ് ഇല്ലാതെ നല്ല പോലെ ബോൾ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ നമുക്കൊരു കണ്ടിരിക്കുന്ന രസമുള്ള പോലെ ഒരു എപ്പോഴും അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നതൊക്കെ ഉള്ളൊരു മാച്ചുകളാണ് ആരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ അർജന്റീന ജയിച്ചു, കാര്യം കളിച്ചു, ജയിച്ചു. ആ ഒരു ഇതല്ല, ഒരു തൃപ്തി. കാരണം നമുക്ക് കഴിഞ്ഞ മാച്ചുകളെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അവർ കഴിഞ്ഞ മത്സരം നല്ല മത്സരത്തേക്ക് നല്ല പോലെ കളിച്ചു, അന്നേരം അടുത്ത മത്സരം നല്ലപോലെ ആയിരിക്കും എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളും അതിന് മുമ്പുള്ള ഇംഗ്ലണ്ടിനോടുള്ള മുമ്പുള്ള മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാ, ഒന്നുമില്ല. കാരണം ഇംഗ്ലണ്ടിൻ്റെയൊക്കെ മുമ്പിൽ ഈ കളി കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ വാരി വിടും. അത്രേ ഉള്ളൂ കാര്യം, അത്രയാണ് കാര്യം. അവന്മാർക്കുള്ള ടീം നിസ്സാര ടീമുകളല്ല, കൂടെയുള്ള പ്ലെയേഴ്സ് നിസ്സാരമല്ല. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, സാക്ക, പിന്നെ റൈസ്, പിന്നെ പോലെ പല പല സെൻറ്റർ ബാക്സ്, തീപ്പൊരു സെൻറ്റർ ബാക്സ് കാര്യങ്ങൾ, വിങ്ങേഴ്സ് എല്ലാം, ഒരു ഗോൾ കീപ്പർ വരെ, ഗോൾ കീപ്പർ വരെയും അവർക്ക് ഒരു കിട്ടിയത്. അവരുടെ ഒരു ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റി തന്നെ വളരെ വലുതാണ്. കാരണം അർജന്റീനയ്ക്ക് ഇപ്പം വന്ന ആ ഒരു ഇതില്ല എന്നാണ് ഞാൻ പൊതുവെ പറയുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര നമുക്ക് ജയിച്ച സന്തോഷമാണ്. പക്ഷെ ഒരിക്കലും അർജന്റീന കുറ്റം പറഞ്ഞില്ല. പക്ഷേ അർജന്റീന കളി കാണണം വിഷമം കൊണ്ട് പറയുകയാണ്. അടുത്ത കളി കിട്ടുമോ എന്നുള്ളൊരു സങ്കടം കൊണ്ടും ഒരു ടെൻഷനും കൊണ്ടായി പറയുന്നത്. അല്ല അർജന്റീനയോടൊരു വെറുപ്പോ കാര്യങ്ങളൊന്നുമില്ല. അർജന്റീന എപ്പോഴും ഒന്നും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ടീം തന്നെയാണ്, അതൊരു മാറ്റമില്ല. പക്ഷേങ്കിൽ കുറച്ച് ഈ ഒരു കാര്യങ്ങൾ ടീമിൽ കുറച്ച് നല്ലൊരു പാകത വരുത്തുക. മെസ്സിക്ക് തന്നെ ബോൾ കൊടുക്കാതെ, മെസ്സി തന്നെ ഗോൾ അടിക്കണമെന്ന് പറഞ്ഞ് മെസ്സിക്ക് തന്നെ ടാർഗറ്റ് ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങൾ കിട്ടുന്ന ആൾ തന്നെ അടിക്കുക. കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടുമ്പോൾ പാസ് കൊടുക്കും. മെസ്സിക്ക് പാസ് കൊടുക്കേണ്ടതല്ല, മെസ്സിക്ക് പാസ് കൊടുക്കാം. പക്ഷേങ്കിൽ കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം മെസ്സിക്ക് പാസ് കൊടുക്കുക. മെസ്സിക്ക് കിട്ടുമ്പോൾ അടിക്കും എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എപ്പോഴും ഒരാളെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പുള്ളിക്കും പ്രായമുള്ള ഒരാളല്ല. കളിക്കുക, അവരും കളിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലണ്ടിനെ നമുക്ക് വീഴ്ത്താളേ ഉള്ളൂ. ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു വിഷമവും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇതാണ്. കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇംഗ്ലണ്ട് കഴിഞ്ഞ മത്സരം നോർവേ തോൽപ്പിച്ചു. അതും ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഫോം കാര്യങ്ങളെല്ലാം അവർ വെല്ലുവിളി വരെ നടത്തിയിരുന്നു. നമുക്ക് അടുത്ത വെള്ളി ചെയ്യാതെ ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ബുധനാഴ്ച നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ.